26,000 ആണ് മെറ്റാഡ്സ് റൺ ചെയ്ത് കാരണം ക്ലയൻറ്റിന് 50 ഡേയ്സിൻ്റെ ഉള്ളിൽ ലോസ്റ്റ് ആയിട്ടുള്ളത്. അത് പ്രീവിയസ് ഒരു ഏജൻസി ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മെയ് 22 ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആഡ് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യുക, അവർ പ്രീവിയസ് റൺ ചെയ്തിട്ടുള്ള ഏജൻസിൻ്റെ റിസൾട്ട് കാണിക്കാം. ഇതാണ് അവർ റൺ ചെയ്തിട്ടുള്ള റിസൾട്ട്. 2000 ദിർഹംസിന് ഓൾമോസ്റ്റ് അവർക്ക് കിട്ടിയിട്ടുള്ള ലീഡ് 200 ലീഡ്സ് ആണ്. ഓൾമോസ്റ്റ് 2000 ദിർഹംസ് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 50,000 അടുത്ത് വരും, 50,000 റുപ്പീസിൻ്റെ അടുത്ത് വരും. ഇനി നമ്മൾ റൺ ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം. ഓൾമോസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് 800 ദിർഹംസ്, ഓൾമോസ്റ്റ് 80,000 to 20,000 ബിറ്റ്വീൻ ആണ്. അതിന് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് 200 ആണ്. അതായത് ഒരു 10 റിസൾട്ടിൻ്റെ ഡിഫറൻസ് ആണ് രണ്ടുള്ളത്. പക്ഷേ പേയ്മെൻറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ടീം പ്രോപ്പറായിട്ട് റൺ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 1000 ദിർഹംസ് അവിടെ ഓൾമോസ്റ്റ് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 26,000 അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അതായത് ക്ലയൻറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 16 ഡേയ്സ് കൊണ്ടാണ് ക്ലയൻറ്റിന് അത്രയും റിസൾട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തത്. അവർ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇതെന്ന് പറയുന്നത് 52 ഡേയ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ മറ്റേ ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കമൻ്റ് ആയിട്ട് DM ഇട്ടാൽ മതി. നമ്മുടെ ടീം എഫക്റ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റൺ ചെയ്തു.